ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസമാണ് മണാലിയിലെ. എന്താ ഔട്ട്ഫിറ്റ്? റൈനസിന് പുതിയ ജാക്കറ്റ് വാങ്ങിയത് സെറ്റല്ലേ? സെറ്റാണ്. ഞങ്ങള് മഞ്ഞ് കാണാൻ പോവാണ്. മഞ്ഞൊന്നും ഇല്ല അവിടെ. മഞ്ഞില്ലെന്നൊക്കെ എല്ലാ പറയുന്നത്. ഇന്നലെ പോയതൊക്കെ പറഞ്ഞ് എന്താ മഞ്ഞ് കുറവാണ്, എന്താ മിനിഞ്ഞ് 8-ാം തീയതി നല്ല മഞ്ഞായിരുന്നു, ഇന്നലെ മഞ്ഞ് കുറവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാളുണ്ട്, നമ്മളെ ഭാഗ്യമുള്ള ആളാണ്. എന്തോ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞങ്ങൾക്ക് കിട്ടും. ഉണ്ടാവൂല, കാരണം ഇന്നൊക്കെ മൈനസ് അങ്ങനെ പറയല്ലേ, കിട്ടും, ഷുവറാണ്, ഉണ്ടാവും. അപ്പോ ഭയങ്കര പ്രതീക്ഷയിലാണ്. ഞാൻ ആദ്യ ട്രിപ്പില് രാവിലെ ഭയങ്കര കുളിച്ച് ഫ്രഷായി, കുളിച്ചിട്ടില്ല കേട്ടോ, സ്പ്രേ ഒക്കെ അടിച്ച് ജാക്കറ്റൊക്കെ ഇട്ട് പിന്നെ അങ്ങനെ ചാടിക്കാൻ പോവാണ്. ചായ പിടിച്ചിട്ട് നേരെ എന്താ നമ്മളെ ക്യാബ് ഡ്രൈവർ വിളിക്കണം, 9 ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ചാടിച്ചിട്ട് പോവാം. ചായ കുടിച്ചിട്ട് ഇന്നത്തെ ചായക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആലു പൊറോട്ടയും ചിക്കനും. കമോൺ. ചെറിയ പ്ലേറ്റ് ഇതിൽ ഫുള്ള് ചെറിയ തിന്നാനുള്ളത്. രാവിലെ തന്നെ റീനസ് അച്ചാറും ടച്ചിങ് സൈഡ് കൂട്ടുന്നത് അല്ലേ? നോക്കട്ടെ, നാട്ടിലത്തെ പോലെയല്ല. ഇനിയിപ്പോ ഉപ്പുണ്ട് കേട്ടോ, അടിപൊളിയാ. ഇതില് ഉപ്പിലിട്ട മുളക് കിട്ടുന്നത്. ഉപ്പിലിട്ട മുളകോ? കാന്താരി. ചായ വെക്കണല്ലോ. അപ്പൊ ഞങ്ങള് ക്യാബ് ഡ്രൈവറൊക്കെ വന്ന് ഞങ്ങള് മഞ്ഞാണ് പോകട്ടോ. ഡ്രൈവർ പറയുന്നുണ്ട്, ഉറപ്പൊന്നുമില്ല. അതാണ് ഞങ്ങൾ ഡ്രൈവർ, അടിപൊളി ഡ്രൈവറാട്ടോ. അടിപൊളിയാണ്, നമുക്കെല്ലാം കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് തരുന്നുണ്ട്. അപ്പോൾ അവിടെ സ്നോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ട് നമ്മളെന്തായിട്ടും ടണലുണ്ട്, പിന്നെ സൂസ് പറഞ്ഞ അതൊരു സ്ഥലപ്പേര് കൂടി ഉണ്ട്. അവിടെ പോയിട്ട് നോക്കട്ടെ, പക്ഷെ അത് ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഇതാണ് പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ. ഒരു ചുരം പോലെയാണ് കേട്ടോ. നമ്മൾ കയറി മഞ്ഞുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേന്. അപ്പോൾ ഈ സൈഡിൽ ഇടത്തെ ഭാഗത്ത് കാണുന്നത് ഒരു പുഴയാണ് കേട്ടോ. അത് 2023 ഒരു ഫ്ലഡ് വന്നതിന് ശേഷം ഫുള്ള് നശിച്ചു പോയതാണ്. ഫുള്ള് വീടുകളൊക്കെയാണ് ഈ പുഴ ഒഴുകണീൻ്റെ നേരെ അപ്പുറത്തൊക്കെ നിറച്ച് വീടുകൾ, പിന്നെ റോഡിൻ്റെ പകുതി അങ്ങനെയൊക്കെ ഫ്ലഡിൽ പോയിട്ടുണ്ട് കേട്ടോ. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് നല്ല തണുപ്പ് കൂടി വരികയാണ് കേട്ടോ. നമുക്ക് തീരെ സഹിക്കാൻ കഴിയണില്ല. പകുതി എത്തിയപ്പോൾ തന്നെ തണുപ്പ് എന്താ പറയുക നല്ല കൂടി വരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ കാറിൽ മറ്റേ ഹീറ്ററൊക്കെ ഇട്ടിട്ടാണ് പോയത്, തണുപ്പ് സഹിക്കാൻ കഴിയാഞ്ഞിട്ട്. കണ്ടോ, റോഡിൻ്റെ പകുതിയൊക്കെ എടുത്ത് പോയി കണ്ടോ. ഇതുവരെ ശരിയാക്കിയിട്ടില്ല. 2 വർഷമാവാനായിക്കണം ഈ ഫ്ലഡ് അവിടെ വന്ന് കഴിഞ്ഞിട്ട്. ഒരു അത്രക്ക് നഷ്ടം ഉണ്ടായിക്കണമെന്നാ ഞങ്ങളോട് കാർ ഡ്രൈവർ പറഞ്ഞാട്ടോ. പിന്നെ ഒരു ഈ പുഴയിൽ ഉരുൾ പൊട്ടി വന്ന കല്ലെടുത്ത് കണ്ട് സൈഡൊക്കെ കെട്ടി ഉറപ്പിക്കണത് കേട്ടോ. നമ്മൾ മേലൊക്കെ ഏകദേശം എത്താനായിക്കണം. അപ്പോൾ നമ്മൾ എത്തുന്നതിന് മുമ്പ് കൂടുതൽ ഇങ്ങനെ ഓരോ നമ്പർ വൈസിൽ ഓരോ ഷോപ്പുകളുണ്ടാവും. ആ ഷോപ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ജാക്കറ്റ്സ്, ഷൂസ് അതൊക്കെ റെൻറ്റിന് എടുക്കാനാണ്. ഞങ്ങൾ ജാക്കറ്റ്, ഷൂസ് ഒന്നും റെൻറ്റിന് എടുത്തില്ല. കാരണം നമുക്ക് സ്നോ എറിഞ്ഞ് കളിക്കാൻ മാത്രമുള്ള സ്നോ ഒന്നുമില്ല. നമ്മൾ കൂടുതൽ ജസ്റ്റ് ഫോട്ടോസും വീഡിയോസും എടുക്കാനുള്ള രീതിക്കാണ് പോയത്. അങ്ങനെ കളിക്കാൻ മാത്രമുള്ള സ്നോ ഒന്നുമില്ല. കയറി പോകുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അവിടെ ഇവിടെ ചെയ്യാണ്ട് മഞ്ഞിൻ്റെ ചില കട്ടകളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. നല്ല രസമാണ് കാണാൻ. നമ്മൾ ഈ കാറിൽ പോകുമ്പോൾ നമ്മളെ നോട്ട്ബുക്കിൻ്റെ മുന്നിലൊക്കെ ഉണ്ടാവില്ലേ പണ്ടൊക്കെ ഓരോ മഞ്ഞിൻ്റെയും മലേൻ്റെ ഒക്കെ ഫോട്ടോ, അതൊക്കെ പോലെ കേട്ടോ ഫീലാണ്. ഞങ്ങൾ കാർ ഡ്രൈവർ ഞങ്ങളൊരു ഷോപ്പിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തി, ഇവിടെ നിന്ന് എടുത്തോ എന്നൊക്കെ പറഞ്ഞ് കുറേ നിർബന്ധിച്ചു. ഞങ്ങൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു ജാക്കറ്റ്. എന്നിട്ട് അയാൾ ആ ഷോപ്പിൻ്റെ ഓണറെ വരുത്തിക്കാണ്ട് അയാളോടും കുറേ നിർബന്ധിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് ഡാമേജ് ആവും, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും ഞങ്ങൾ എടുത്തില്ല. അങ്ങനെ നമ്മൾ സോനം വാലി എത്തിട്ടോ. ആകെ സങ്കടത്തിലാട്ടോ ഞങ്ങൾ. എന്താ പറയുന്നത്, ഞാൻ പറയാ മഞ്ഞെന്ന് പറഞ്ഞ അങ്ങോട്ട് മഞ്ഞെന്ന് പറയാൻ നമ്മൾ വീഡിയോയിൽ കാണുന്ന മാതിരി ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. വീഡിയോ എനിക്ക് തോന്നുന്നത് ബോർഡറിൽ നിൽക്കണ ആരോടുത്തിടുന്നത്, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഇപ്പൊ ഇവിടെ ഇന്നലെ രാത്രി സ്നോഫാൾ കഴിഞ്ഞാലോ, സ്നോഫാൾ സൈഡ് മേലേക്ക് പോകാൻ പറ്റൂല, കാരണം റോഡ് ഇപ്പൊ ക്ലിയർ ചെയ്തോണ്ടിരിക്കാണ്. അപ്പൊ ഞങ്ങൾ ജാക്കറ്റ് ഒക്കെ വാങ്ങാൻ ആൾക്കാർ ഞങ്ങൾ നിർബന്ധിച്ചു, ഞങ്ങൾ വാങ്ങിയില്ല. ഭയങ്കര മൂഞ്ചൊന്ന് റോഡോടെ JC കൊണ്ട് എന്തോ ക്ലിയർ ചെയ്തോണ്ടിരിക്കാണ്. അപ്പോൾ 4x4 മാത്രം പോകുന്നുള്ളൂ. അപ്പോൾ അത് ശരിയായി കഴിഞ്ഞാൽ പോകുന്ന പറഞ്ഞിരിക്കണത്. ഞാൻ എന്താ അറിയില്ല. ഞങ്ങളിപ്പോൾ കറക്റ്റ് 10 മണി കൂടെ എത്തിക്കും. പോലീസുമാരൊക്കെ സൈഡാക്കാൻ പോകുന്ന പാർക്കിംഗ് ഒക്കെ. പക്ഷെ വീഡിയോയിൽ കാണുന്ന മാതിരി അല്ലല്ലേ ഒരിക്കലും. ന്യൂസിനാകെ മൂക്കുലിച്ച് തുടങ്ങി. എന്തിന്
റോഡ് ക്ലിയർ ചെയ്തെന്ന് പറയുന്നുണ്ട്. റോഡ് ഫുള്ള് മഞ്ഞ് വീഴ്ച ചെയ്യുന്നല്ലേ റോഡ് ക്ലിയർ ചെയ്തേക്കണേ. ഇപ്പോൾ ഇപ്പോൾ കടത്തിട്ടിരുന്നു കേട്ടോ, വീണ്ടും കടത്തിട്ടിരുന്നു അവർ പോയിക്കൊണ്ടിരിക്കട്ടെ. ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. മഞ്ഞ് അതൊക്കെ മേലക്ക് ഞങ്ങളങ്ങനെ ടണലിലേക്ക് കയറിട്ടോ. ഈ ടണൽ പറയണത് 9 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട് കേട്ടോ. അതിൽ നമ്മൾ യാത്ര ചെയ്യാൻ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് നല്ല പേടിയാവും കേട്ടോ. കാരണം കുറേ കിലോമീറ്റർ ഉള്ളതുകൊണ്ട്. പിന്നെ അതിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അപകടമൊക്കെ പറ്റുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവിടെ സേഫ്റ്റി ആയിട്ടുള്ളൊരു ഡോറൊക്കെ ഉണ്ട്, നമുക്ക് താഴത്തേക്ക് ചടി പോകാം കേട്ടോ. അതാണ് ബോർഡർ കേട്ടോ. ബോർഡറിൻ്റെ അവിടുന്ന് റൈറ്റിക്കും ലെഫ്റ്റിക്കും 2 വഴിയുണ്ട്. രണ്ടിടത്ത് കൂടെ നമുക്ക് പോകാം. ഞങ്ങൾ റൈറ്റിക്കുള്ള വഴിക്കാണ് പോയിക്കണേ. അതിൽ പോയാലാണ് സീസൊക്കെ എത്തുക കേട്ടോ. അവിടെയാണ് ഇപ്പം കുറച്ച് മഞ്ഞില്ലത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണും, കുറച്ച് സ്ഥലത്ത് മഞ്ഞുണ്ട്, കുറച്ച് സ്ഥലത്ത് മഞ്ഞില്ല. അങ്ങനെയാണ് പോണ വഴിക്ക്. വലത്തെ ഭാഗത്ത് നല്ല മഞ്ഞുണ്ട്, ഇടത്ത് ഭാഗത്ത് മഞ്ഞില്ല. അങ്ങനെയാണ്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ റോഡിലൂടെ പോകുമ്പോൾ. കാരണം ഇയാൾ ഒടുക്കത്തെ സ്പീഡാണ്. റോഡ് ഫുൾ ഐസായി നിൽക്കണം. ബ്രേക്കൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക സ്ലിപ്പായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഞാൻ സ്ഥലത്തൊക്കെ ചെല്ലിയാണ് അങ്ങനെ ഇരിക്കുന്നു കേട്ടോ കാറിൽ. ന്യൂസാണെങ്കിൽ പേടിച്ചിരിക്കാന് വണ്ടീനെ വഴിക്ക് പോകുന്നുണ്ട് പറഞ്ഞിട്ട് സ്ഥലത്തൊക്കെ പേടിക്കണ്ടോ മക്കളെ കാണുമാരെ നല്ല മഞ്ഞ്. അങ്ങനെയാണ് മഞ്ഞ് കാണില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ മഞ്ഞിലെത്തി. പക്ഷെ മഞ്ഞ് കച്ചിട്ട് തൊടാൻ വയ്യ. അത്ര ഭയങ്കര തണുപ്പിട്ട് ഭയങ്കര തണുപ്പില്ലേ, ഒരു രക്ഷയില്ല. കാരണം ഇപ്പഴേ ഫുള്ള് മഞ്ഞാണ്. മഞ്ഞ് പൊന്തിച്ച് കാണിച്ചിട്ട് എടുക്ക്. ആ വാരി വാരി വാരി. അയ്യേ ഇങ്ങോട്ട് എടുക്ക്. കിട്ടുന്നില്ല ആണോ അതെ. കേട്ടോ ഇതാണ് എന്താ സ്ഥലം? സോനവാലിയോ? സോനവാലി സ്നോയേ ഇല്ല, നല്ല തണുപ്പുണ്ട് ശരിയാണ്. പക്ഷെ ഞങ്ങൾ അവിടുന്ന് എന്താ ഹട്ടിയോ ഹഡൽട്ടേണ് പറഞ്ഞ സ്ഥലം. പക്ഷെ അങ്ങോട്ടൊക്കെ പോകാം, പക്ഷെ വണ്ടി പോകൂല. ഞങ്ങൾക്ക് നടക്കാനായിട്ട് ഞങ്ങൾ ഷൂ പിടിക്കില്ല. ഞങ്ങൾ ഷൂ എടുത്തിട്ടില്ല, ജാക്കറ്റ് എടുത്തിട്ടില്ല. 500 രൂപയാണ് പൈസ ഇതാക്കിയിട്ടല്ല. പക്ഷെ ജാക്കറ്റ് ഇട്ട് നമുക്ക് തണുപ്പ് കൺട്രോൾ ചെയ്യാൻ കഴിയൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ അവിടെ വെള്ളം അങ്ങനത്തെ ഇതൊക്കെയുള്ളൂ. പിന്നെ നല്ല മഞ്ഞുണ്ടെങ്കിൽ ജാക്കറ്റ് എടുക്കണമെങ്കിൽ ലാഭം. ഇത് മീഡിയം മഞ്ഞ്. അപ്പൊ ആരോ ജാക്കറ്റ് എടുക്കണ്ട. പിന്നെ ഞാൻ പറയാം ആരും ഇങ്ങോട്ട് വരണ്ട. ഗൈസ് ഇതാണ് ഷൂ ആണ് നമുക്ക് സേഫ്റ്റി. ഇവിടെ നല്ല വഴുക്കുണ്ട് കണ്ടോ, നിങ്ങൾ കണ്ടോളി. എന്താ എന്തെങ്ങനെ നടക്കുന്നത്? അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ മണാലി. തണുത്തും മണ്ടാറങ്ങിക്കണ്. വെറുതെ അല്ല ആരും ഇവിടെ അധികം ഫോട്ടോസ് വീഡിയോസ് എടുക്കാത്ത എപ്പോഴാണ് മനസ്സിലായത്. അവിടെ റേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. തണുപ്പ് തീരെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് വേഗം ചൂടില്ല ചായ കട എന്തെങ്കിലും കിട്ടുന്നിടത്ത് നോക്കിയാണ്ട് പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു മാഗി ഷോപ്പ് കണ്ട് ഞങ്ങള് മാഗിന്നേ അതൊക്കെ വരുന്നത് തണുത്തിട്ട് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ മാഗി കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ. ഇതാണ് ശരിക്കും മാഗി. തണുപ്പ് കൂടിയിട്ട് ഞാൻ കാറിന്ന് ഇറങ്ങിയിട്ടില്ല. കുറച്ച് കാര്യങ്ങളോട് പറയണ്ട, ഞങ്ങൾ കഴിഞ്ഞിരുന്ന് പറയുന്നുണ്ട്. ഇത് ചൂടാറപ്പോൾ തന്നെ തിന്നട്ടല്ലേ. അങ്ങനെ മാഗിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ബോർഡറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ബോർഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് വോയിസ് കൊടുക്കാൻ കഴിഞ്ഞില്ല, അത്രക്ക് കാറ്റായിരുന്നു. കാറ്റിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങൾക്ക് അവിടെ അത്ര നേരം നിൽക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് നിന്നു. തിരിച്ച് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് റൂമിലേക്ക് എത്തിയാൽ മതിയേനേന്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വേഗം പോയിട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂം. എന്ത് വ്യൂ ആകും ഞാൻ ജനലോർന്നോ? ഇതാണ് ഇത് തുറന്ന ഈ ഡോറ് ബാൽക്കണി.
അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ നമ്മളെ ലാസ്റ്റ് ദിവസത്തെ ഡിന്നർ അവിടെ അല്ലേ? ലാസ്റ്റ് ഡിന്നറാണ്. ഫുഡ് നമുക്ക് നോക്കാം. നമ്മൾ വന്നിട്ട് കാണിച്ചു തരാം നമുക്ക് കേട്ടോ. പിന്നെ ഇന്ന് നല്ല തണുപ്പുണ്ട്. ഇന്നലത്തെ മിഞ്ഞാത്തിലാറൊക്കെ തണുപ്പുണ്ട്. ഇന്നത്തെ മിഞ്ഞാന്നോ ഇന്നലത്തെ ഇന്നലെ രാവിലെ തന്നെ അല്ലേ? ആണാണ് ഇന്നലെ രാവിലെ തന്നെ. ഇന്നലത്തെ നല്ല തണുപ്പുണ്ട് പറഞ്ഞാൽ ഇപ്പൊ തന്നെ -5 ഡിഗ്രി. കുപ്പായൊക്കെ ചായ കുപ്പായത്തില് അത് തുടച്ച പോകും. പക്ഷെ വെള്ളമൊക്കെ മടിയില്ലേ കൈ കൊണ്ട്? എന്നാലും മടിയില്ല. ടിഷ്യൂലാക്കി ഫുഡ് ഇന്നത്തെ ഫുഡും സെയിം. ചപ്പാത്തി, പരിപ്പറി, ചിക്കൻ കറി, ചോറ്. ഞങ്ങള് പോയി വന്നുങ്ങാണ്ട് വേഗം ഉറങ്ങില്ലേ? ശബ്ദമൊക്കെ പോയല്ലോ. ഒച്ചക്ക് പോയി മൂക്കൊക്കെ അടഞ്ഞിട്ടാ. ഞങ്ങള് പോയി വേഗം വന്ന് 1 മണിക്കൂർ കൂടെ നിന്നിട്ടുള്ളൂ. കഴിക്കൂല. സീനാണ്. ഒക്കെ കഴിഞ്ഞ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു മണ്ണിയുടെ റീൽ എടുത്തതാട്ടോ. ഞങ്ങളൊരു ഇൻസ്റ്റാഗ്രാമിൽ 10-30 സോങ്സ് എല്ലാം സേവ് ചെയ്ത് വെച്ചിരുന്നു റീൽസിന്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിട്ട്. അവിടെ പോയിട്ട് നടന്നു ചോദിച്ചാൽ നടന്നു. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷ കിട്ടിയിട്ടില്ല കേട്ടോ. മഞ്ഞുണ്ട്, ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. -14 ഡിഗ്രി ഒക്കെ. ഒന്നും നടക്കുന്നില്ല ഇല്ലോ. ഒരു ഹെവി സംഭവം നടന്നു. എന്റെ റീനോസിന് അവിടെ എത്തിയപ്പോ ഒക്കെ കഴിഞ്ഞു ഫോട്ടോസ് ഒക്കെ എടുത്ത് റിവർ ഉണ്ട്. അപ്പൊ റിവറിന്റെ അടുത്തേക്ക് നമ്മൾ ഇറങ്ങിയിട്ട് വീഡിയോസ് ഒക്കെ എടുക്കുന്നു കേട്ടോ. വീഡിയോസ് ഞാൻ റീൽസ് പറഞ്ഞു ജസ്റ്റ് ഇങ്ങനെ ഓടുന്ന വീഡിയോസ് എടുത്തരാ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഓടിയതാണ്. ഓടിയപ്പോ നമുക്ക് ശ്വാസം കിട്ടാതായി. അപ്പോഴൊന്നുമില്ല. പിന്നെ ഇങ്ങനെ നമ്മള് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോ ശ്വാസം കിട്ടാതെ അവൾക്ക്. ഇവള് കടന്ന് ഞാൻ വിചാരിച്ചു എന്ത് കാണിക്കാനാ. എന്നിട്ട് മേലെന്ന 2 മൂക്കടഞ്ഞു എനിക്ക്. മൂക്കിന് അല്ലെങ്കിൽ വേഗം മൂക്കടയും എനിക്ക്. പക്ഷെ മൂക്കട ജലദോഷം ഒന്നും ഉണ്ടാവും. 2 മൂക്കട അടയുന്നുള്ളൂ. പിന്നെ ശ്വാസം ഇങ്ങനെ അടയും. ശ്വാസം ഇങ്ങനെ തൊള്ളിക്കൂടെ എടുക്കണം, തൊള്ളിക്കൂടെ വിടണം. അങ്ങനെയാണ് എനിക്ക്. ഒന്നും കിട്ടാതെ ലാസ്റ്റ് അറിയാതായി. ആൾക്കാർ പറഞ്ഞു ശ്വാസം ഊതി കൊടുക്കാനായിരുന്നു. ലാസ്റ്റ് ഞാൻ കൃത്യപ്രശ്നം കൊടുത്ത് ജീവൻ തിരിച്ചെഴുതി ബോധം പോയി. ജാസ്തിയുടെ പല്ലേക്ക് ചൂതിയതേ ബോധം ഉണ്ട്. ഞാനൊക്കെ ആലോചിക്കണം. എന്റെ കൃത്യവിശ്വാസം കൊണ്ടാണ് ഇപ്പോഴും ജീവിക്കണത് കേട്ടോ. എനിക്ക് ഇത്രയും ദിവസം ഞങ്ങൾക്ക് ഒരു പ്രശ്നവും കൂടെയില്ല. ലാസ്റ്റ് ഓടില്ല. അപ്പൊ നമ്മളെന്താ അങ്ങനെ ഓടാൻ പാടില്ലല്ലോ. അപ്പൊ പാടില്ല. ഞാൻ കണ്ടിന് കുറെ ആൾക്കാർ ഇങ്ങനെ വീഡിയോസിലൊക്കെ പറയണത്. യൂട്യൂബേഴ്സ് ഒക്കെ പോയ വ്ളോഗൊക്കെ പറയുന്നത് അവിടെ നിക്കണ്ട എങ്ങനെ റൂമൊക്കെ എത്തിയാൽ മതി. എങ്ങനെ പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് തണുപ്പ് കൂടി വരിക. പിന്നെ ഇത് കാറ്റ് അടിക്കട്ടോ. ജാസ്തി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്താ സ്ഥലത്തിന്റെ പേര്? അടൽ ടണൽ. അവിടെ എന്താ കുറച്ചു നേരം നമ്മളെ നിർത്തിട്ടു. അതിന്റെ ഉള്ളിൽ കൂടെ പെട്രോൾ വണ്ടി വരുമ്പോ ഞങ്ങളെ വിടൂല പറഞ്ഞു. കത്തുന്നൊക്കെ പറഞ്ഞാണ്ട്. അപ്പൊ ഞങ്ങള് കയറാൻ നിന്നപ്പം അവിടെ ക്ലോസ് ചെയ്ത് പോലീസുകാര്. എന്നിട്ട് ജാസ്തി പുറത്തിറങ്ങി ഫോട്ടോസ് ഒക്കെ കേട്ടോ. കാറിനടിച്ചിട്ട് ജാസിന് പാറി വരുന്നു. പിന്നെ കാറ് ഇങ്ങനെ അളക്കുക. ഞാനത് കണ്ടാണ് നീച്ച്. പിന്നെ അവിടെ ഇറങ്ങി ജാസി ഫോട്ടോ എടുക്കാറുണ്ട്. ഇതിന്റെ ഒക്കെ ശരിയായി. പിന്നെ അവിടെ ഞങ്ങൾ പിന്നെ മാഗി അതൊക്കെ തിന്ന് പിന്നെ ഇതിന്റെ ഒക്കെ ശരിയായി. പിന്നെയും ജാസിന് ആ പാലത്തിന്റെ അവിടെ ഇറങ്ങി ഫോട്ടോ എടുത്തു. പിന്നെയും എനിക്ക് ശ്വാസം പോയി. അങ്ങോട്ട് വേഗം ഇറങ്ങി പോകുന്നു. ഡ്രൈവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് ഒന്നും എടുക്കണ്ടേ? ഞങ്ങൾക്ക് എങ്ങനെ റൂമിലെത്തിയാണ്ട് നമ്മള് വിചാരിക്കണ പോലെ മണാലി ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ നമുക്കത് ഇതാക്കാൻ പറ്റുന്നില്ല. നമ്മക്ക് ഇനിയിപ്പോ കേരളത്തില് ഇതിപ്പോ അതായത് ഇപ്പൊ ഡിസംബർ പകുതി ആയിട്ടുള്ളൂ. പകുതി 10-12 ആയിട്ടുള്ളൂ. പിന്നെ അവർ പറഞ്ഞ നാളെ നല്ല മഞ്ഞ. ഇപ്പൊ ഞങ്ങള് നിൽക്കുന്നത് ഇവിടുന്ന് 1 മണിക്കൂറൊക്കെ ഉണ്ട് അല്ലേ? നമ്മൾ പോയ സ്ഥലത്തേക്ക് 1 മണിക്കൂറിന് മേലുണ്ട്. എന്നിട്ട് എന്തിനി ഇപ്പൊ റൂമിൽ എത്ര ടെമ്പറേച്ചർ? -5 -6. നാളെ രാവിലെ അത് -9 വരെ 10 വരെ പോണ്ട്. കിടക്കുമ്പോ തന്നെ 2 പാന്റ്, ജാക്കറ്റ്, പിന്നെ ഗ്ലൗസ് എല്ലാം 2 ഷോക്സ്. കാരണം കയ്യും കാലാണ് പെട്ടെന്ന് തടുക്കണേ. അതൊക്കെ ആക്കി. പിന്നെ പോണോലെ ശ്രദ്ധക്ക് നമ്മള് വിചാരിക്കും നല്ല മഞ്ഞാണ് രസമാണ്. പക്ഷെ ഞാൻ പറയാം മഞ്ഞല്ല രസം. മഞ്ഞ രസമാണ്. പക്ഷെ മഞ്ഞ നിൽക്കാനുള്ളൊരു ശേഷി വേണ്ട നമുക്ക്. പിന്നെ എന്താ അവിടെ ബ്ലോക്ക് കാരണം എപ്പോഴും. അതെ ഞങ്ങൾ പോയപ്പോഴും ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ബ്ലോക്ക് മീൻസ് ഇത് ഐസ് ഒരുക്കിട്ട് റോഡെല്ലാം ക്ലോസ് ചെയ്തിട്ട് ജെസിബിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു വെച്ചുകൊണ്ട് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഞങ്ങളെ കയറ്റി. എന്നാൽ തന്നെ വണ്ടികളൊക്കെ ഇങ്ങനെ ബ്രേക്ക് അടിച്ച് വഴുക്കി പോയി. അപ്പൊ ഞങ്ങൾ നാളെ മണാലി വിടും. ഞങ്ങൾ തണുപ്പുള്ള സ്ഥലം അങ്ങനെ ഇല്ലല്ലേ? തണുപ്പുള്ള സ്ഥലം ഞങ്ങൾ ചൂസ് ചെയ്യൂല. തണുപ്പ് ബാംഗ്ലൂരിൽ തണുപ്പൊക്കെ ഇപ്പൊ നമുക്ക് സഹിക്കാൻ എങ്ങനെ തണുപ്പുള്ളൂ. നമ്മൾ വിചാരിക്കും അമലി ഇതൊക്കെ തന്നെ നല്ലത്, തണുപ്പ് വേണ്ട.
പുഴയൊക്കെ ഇങ്ങനെ ഐസ് കട്ടയക്ക ഫ്രിഡ്ജിൽ വെച്ച പോലെ അല്ലേ. പറഞ്ഞു ഇവിടെ ഞാൻ പറയാം അധികം സൗണ്ടിൽ സംസാരിക്കാൻ പറ്റില്ല അല്ലേ. ഇവിടെ കുറച്ച് സൗണ്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം ഇങ്ങനെ വലിച്ചും വിടേണ്ടി വരും. പിന്നെ ഇപ്പൊ എന്താ ഇനി കുറെ ഞങ്ങൾ പിന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. നാളെ പോകാനുള്ള ഡ്രസ്സൊക്കെ പാക്കിങ്ങിൽ രാവിലെ ഇവിടുന്ന് വെക്കറ്റ് ചെയ്യണം. അപ്പോ ഞങ്ങൾ ഇനി നാളെ പോകാനുള്ള പാക്കിങ് ചെയ്യുന്നത്. നാളെല്ലാം പാക്ക് ചെയ്ത് പാക്ക് ചെയ്തല്ലേ രാവിലെ നമുക്ക് നീച്ചാൽ ഇരിക്കൂല. പല്ലേച്ച് അപ്പോ ഞങ്ങൾ വീണ്ടും നമ്മളെ വീഡിയോ അത് കൂടെ ചെറിയ ജസ്റ്റ് സൈറ്റ്സിനായിട്ട്. അപ്പൊ ഞങ്ങൾ ഇനി വരും. നാളെ വരാം. നാളെ വരുന്നവരേക്കും ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും. സീ യു ഫ്രം മണാലി. പിന്നെ അപ്പോൾ ഗൈസ് എല്ലാവരും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ്. എന്നൊന്നും ഞാൻ പറയില്ല. അവർക്ക് തണുപ്പ് ശേഷി സഹിക്കാൻ ശേഷിയുള്ള ആൾക്കാർ മാത്രം വിസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ ഗൈസ് ബൈ. നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ലാസ്റ്റത്തെ ദിവസമാണ്. ഇവിടുത്തെ നാളെ നമ്മൾ പോകും വൈകുന്നേരം. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ വരുന്നേക്കും.